2025 ലോകത്ത് 39 കോടിയോളം ക്രൈസ്തവർ മതപീഡനം അനുഭവിച്ചുവെന്ന് ഓപ്പൺ ഡോഴ്സ് പ്രസ്ഥാനം. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട 2026 നിരീക്ഷണ പട്ടിക അനുസരിച്ച് ലോകത്ത് ഏതാണ്ട് 38 കോടി 80 ലക്ഷം പേരാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ വിവിധ പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയരായത്. ക്രൈസ്തവ പീഡനങ്ങളുടെ കാര്യത്തിൽ 2025 ഒരു റെക്കോർഡ് വർഷമായിരുന്നുവെന്ന് ഓപ്പൺ ഡോഴ്സ് ഡയറക്ടർ ക്രിസ്ത്യൻ ജ്ഞാനി വിശേഷിപ്പിച്ചു. കടുത്ത ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിലനിന്നിരുന്ന രാജ്യങ്ങളുടെ എണ്ണം ഈ വർഷം 13 നിന്ന് 15 വർദ്ധിച്ചുവെന്ന് ഓപ്പൺ ഡോഴ്സ് അറിയിച്ചു. വടക്കൻ കൊറിയയാണ് ഇതിൽ ഏറ്റവും മുന്നിലുള്ളത്. സൊമാലിയ, എരിത്രിയ, ലിബിയ, അഫ്ഗാനിസ്ഥാൻ, യമൻ, സുഡാൻ, മാലി, നൈജീരിയ, പാകിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ, സൗദി അറേബ്യ, മ്യാൻമർ, സിറിയ എന്നീ രാജ്യങ്ങളും ലിസ്റ്റിലുണ്ട്. ക്രൈസ്തവ പീഡനത്തിൽ സിറിയ ഗുരുതരമായ നിലയിൽ നിന്ന് തീവ്രമായ സ്ഥിതിയിലേക്ക് എത്തിയെന്ന് ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് ചെയ്തു. സിറിയയിൽ നിലവിൽ 3 ലക്ഷത്തിൽ താഴെ ക്രിസ്ത്യാനികൾ മാത്രമാണ് ഉള്ളതെന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഇവിടെ കുറഞ്ഞിട്ടുള്ളതെന്നും പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ വിശദീകരിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം 2024 കൊല്ലപ്പെട്ട ക്രൈസ്തവർ 2023 കുറവായിരുന്നെങ്കിലും 2025 ഈ നമ്പർ വീണ്ടും വർദ്ധിച്ചു. ഇതനുസരിച്ച് 4849 ക്രൈസ്തവരാണ് 2025 ലോകത്ത് മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 3490 പേരും, അതായത് 70% നൈജീരിയയിലാണ്. വിശ്വാസത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ക്രൈസ്തവർ 4712 പേരാണ്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലേതുപോലെ ദുർബലമായ സർക്കാരുകൾ നിലനിൽക്കുന്ന ഇടങ്ങളിലാണ് കൂടുതൽ ക്രൈസ്തവ പീഡനങ്ങൾ അരങ്ങേറുന്നതെന്ന് ഓപ്പൺ ഡോഴ്സ് വിശദീകരിച്ചു. പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ക്രൈസ്തവരിൽ 20 കോടിയിലധികം സ്ത്രീകളും കുട്ടികളുമായിരുന്നുവെന്നും 11 കോടിയോളം പേർ 15 വയസ്സിൽ താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവരായിരുന്നുവെന്നും വത്തിക്കാൻ മീഡിയയ്ക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ ജ്ഞാനി വിശദീകരിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ മതപീഡനങ്ങൾ നടക്കുന്നത് ക്രൈസ്തവർക്കെതിരാണെന്ന് വത്തിക്കാനിലേക്കുള്ള നയതന്ത്രജ്ഞർക്ക് ജനുവരി 9 അനുവദിച്ച പ്രത്യേക കൂടിക്കാഴ്ചയിൽ ലയോ 14 പാപ്പ ഓർമ്മിപ്പിച്ചിരുന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളായ യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ പോലും വചനപ്രഘോഷണം നടത്തുന്നതിനെതിരെ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങളും നിയന്ത്രണങ്ങളും പാപ്പ പരാമർശിച്ചിരുന്നു. കേരളവാണി ന്യൂസ്, കൊച്ചി.